ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മുസ്ലിം അവൻ്റെ നാവിനെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. മോശമായ സംസാരങ്ങൾ, അസത്യമായ വാക്കുകൾ, കള്ളത്തരങ്ങൾ, ഏഷണി പരദൂഷണം, അസഭ്യമായ വാക്കുകൾ, ഇവയിൽ നിന്നെല്ലാം അവൻ്റെ നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ പാടില്ല എന്ന്, സംസാരത്തിൽ പാടില്ല എന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും വിലക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക, തൻ്റെ നാവിനെ സംരക്ഷിക്കുക എന്നത് ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് അനിവാര്യമായ കാര്യമാകുന്നു. കാരണം വിവിധ ഹദീസുകളിൽ നമുക്ക് കാണാം, അത്തരം സംസാരങ്ങളിലൂടെ അയാൾ എത്തിപ്പെടുക നരകത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ ഒരു വാക്ക് പറയുന്നു, ആ വാക്കുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി അവൻ കരസ്ഥമാക്കുന്നു, അപ്പോൾ അവൻ അള്ളാഹു തആല അവൻ്റെ പദവികൾ ഉയർത്തിക്കൊടുക്കും. ഇനി വേറൊരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു വാക്ക് പറയുകയും എന്നിട്ട് അവൻ ആ പറയുന്നതിൽ യാതൊരു ശ്രദ്ധയും കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ നരകത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചോദ്യവും ആ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയും ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ റുക്നുകളും നന്മയുടെ കവാടങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്നിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ചോദിച്ചു, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പറയുക പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നാവിനെ നിങ്ങൾ സംരക്ഷിക്കുക, ഇതിനെ സൂക്ഷിക്കുക. അപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ പിടിക്കപ്പെടുമോ എന്നാണ്, ശിക്ഷിക്കപ്പെടുമോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, മനുഷ്യർ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ കാരണമാകുന്നത് അവരുടെ നാവിൻ്റെ സമ്പാദ്യമല്ലാതെ മറ്റെന്താണ്, നാവ് കൊയ്തെടുക്കുന്നതല്ലാതെ മറ്റെന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ നമ്മൾ നാവിൻ്റെ സമ്പാദ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്, നാവ് കൃഷി ഇറക്കി കൊയ്യുന്നത് എന്താണ്? അത് നരകമായിരിക്കും. അപ്പോൾ സംസാരങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വിലക്കിയ സംസാരങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക. അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ നാവിനെ സൂക്ഷിക്കുക എന്നത് ഒരു മുസ്ലിം ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.